എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ല, എവിടെ തുടങ്ങണമെന്നറിയാൻ പാടില്ല. മോനെ വിഷമിക്കണ്ട, നമുക്ക് സെറ്റാക്കാം. ഈ ഒരു കൺഫ്യൂഷനാണ് ബഹുഭൂരിഭാഗം പേർക്കുള്ളത്. പ്ലസ് ടു പഠിക്കണമോ, പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റ് പഠിക്കണമോ എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. പ്ലസ് ടു ബുക്ക് എടുക്കുമ്പോൾ ആലോചിക്കും അയ്യോ പ്ലസ് വൺ പഠിക്കാം, പ്ലസ് വൺ പഠിക്കുമ്പോൾ ആലോചിക്കും അയ്യോ പ്ലസ് ടു പഠിക്കാം. ഇതാണ് എല്ലാവരും ചിന്തിക്കുന്നത്, പ്രത്യേകിച്ച് മാത്തമാറ്റിക്സിന്റെ കേസിൽ. കാരണം ഏറ്റവും വിദ്യാർത്ഥികൾ ഇമ്പ്രൂവ് ചെയ്യുന്ന വിഷയമാണ് മാത്തമാറ്റിക്സ്. സോ മാത്സ് ഇമ്പ്രൂവ്മെന്റ് നിങ്ങൾ ഈ നിമിഷം പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ഞാനിത് കൃത്യമായിട്ട് ഈ കാണുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി അനലൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യമായിട്ട് എല്ലാവരും മനസ്സിലാക്കണം, പ്ലസ് ടു ക്ലാസ്സിന് വേണം എല്ലാ മക്കളും ഈ നിമിഷം ഇമ്പോർട്ടൻസ് കൊടുക്കുവാൻ വേണ്ടി. മാത്തമാറ്റിക്സ് പരിശോധിച്ചു കഴിഞ്ഞാൽ പ്ലസ് ടു ബയോളജി സയൻസുകാരുടെ പരീക്ഷ 19-ാം തീയതി അവസാനിക്കും. മാർച്ച് മാസം 19-ാം തീയതിയാണ് നിങ്ങൾക്ക് എന്ത് പ്ലസ് ടു ബയോളജി സയൻസിൻ്റെ പരീക്ഷ അവസാനിക്കുക. സെക്കൻഡ് ലാംഗ്വേജ് അവസാന വിഷയം മാർച്ച് 19-ാം തീയതി അവസാനിക്കും. പിന്നെ നിങ്ങൾക്ക് എക്സാമിനേഷൻ ഇല്ല, ഫുള്ള് ഫ്രീയാ. മാത്സ് ഇംപ്രൂവ്മെന്റ് എക്സാം വരുന്നത് മാർച്ച് മാസം 25-ാം തീയതി. 6 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട് മാത്സ് എക്സാമിന് വേണ്ടി. ഈ കാണുന്ന 6 ദിവസം നിങ്ങൾ അതിഗംഭീരമായിട്ട് പഠിക്കുകയാണെങ്കിൽ വളരെ സുഖമായിട്ട് തന്നെ പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് എക്സാമിൽ മാത്സിനകത്ത് ഫുൾ മാർക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും നേടാൻ വേണ്ടി സാധിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വെറും 6 ദിവസം മാത്രം മതി മാത്തമാറ്റിക്സിലെ കംപ്ലീറ്റ് ടോപ്പിക്സ് പഠിച്ചു തീർക്കാൻ വേണ്ടി. 6 ദിവസം സ്ട്രക്ചർ ചെയ്യുമ്പോൾ ഒരു ദിവസം നമുക്ക് എന്താണ് എല്ലാ പാഠവും ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കുന്നു മാരത്തോൺ ലൈവിന് വേണ്ടി. ഒരു ദിവസം നമ്മൾ എന്താണ് എല്ലാ ചാപ്റ്ററിൻ്റെയും ക്വസ്റ്റ്യൻസ് പഠിക്കാൻ വേണ്ടി മാറ്റിവെക്കുന്നു. സൂപ്പർ 60 എന്ന് പറയുന്ന അതിഗംഭീരമായ ലൈവ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും. എന്തായാലും സൈലം നിങ്ങൾക്ക് വേണ്ടി സൂപ്പർ 60 നൽകേണ്ടതായിരിക്കും. സോ ഇങ്ങനെ 2 ദിവസം മാറ്റി വെച്ച് കഴിഞ്ഞാലും ബാക്കി നിങ്ങൾക്ക് എന്താണ് 4 ദിവസം വീണ്ടും ലഭിക്കുകയാണ്. ഈ കാണുന്ന 4 ദിവസം മതി മാത്തമാറ്റിക്സിൻ്റെ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് പഠിച്ചു തീർക്കുന്നതിനായി. സ്ട്രക്ചർ ചെയ്യുമ്പോൾ ഒരുപാട് ഡിഫിക്കൽട്ട് ചാപ്റ്റേഴ്സ് ഉണ്ടാകും. ഡിഫിക്കൽട്ട് ചാപ്റ്റേഴ്സ് നമ്മൾ ആദ്യ ദിവസങ്ങളിൽ തന്നെ പഠിച്ചു തീർത്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള സെറ്റ്സ് പോലത്തെ ചാപ്റ്റേഴ്സ് നമുക്ക് എന്താണ് ലാസ്റ്റിലേക്ക് മാറ്റി വെച്ചുകൊണ്ട് അതിഗംഭീരമായിട്ട് എല്ലാ പാഠവും പഠിച്ചു തീർത്ത് 1 ടൈം റിവിഷൻ ആയിട്ടുള്ള മാരത്തോൺ ലൈവും തീർത്ത് അതുപോലെ തന്നെ സൂപ്പർ 60 തീർത്ത് നമുക്ക് എന്താണ് ബോർഡ് എക്സാമിനെ അഭിമുഖീകരിക്കാൻ വേണ്ടി സാധിക്കേണ്ടതായിരിക്കും. സോ ഇനി ആർക്കും കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ഈ നിമിഷം പ്ലസ് ടു മാത്തമാറ്റിക്സ് പഠിക്കുക, ഒരിക്കലും പ്ലസ് വൺ പഠിക്കണ്ട. അപ്പോൾ ചിലപ്പോൾ അപ്പുറം ചിരിക്കുന്നുണ്ടാവും, ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആണ്, കമ്പ്യൂട്ടർ സയൻസിന് ഗ്യാപ്പില്ലല്ലോ എന്ന്. മക്കളെ, കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി മറ്റ് ഒരുപാട് ഗ്യാപ്പുകളുണ്ട്. ആ കാണുന്ന ഗ്യാപ്പുള്ള സമയത്ത് നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് വിഷയം ഒരൽപ്പം പഠിച്ചു വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് 25-ാം തീയതി മാത്തമാറ്റിക്സ് ഇംപ്രൂവ്മെന്റിന് ശേഷം 26-ാം തീയതി ഉള്ള പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസ് എക്സാമിനേഷനും വളരെ ഗംഭീരമായിട്ട് തന്നെ എഴുതാൻ വേണ്ടി സാധിക്കുന്നതാണ്. സോ എല്ലാ മക്കളും ഈ നിമിഷം മാത്സ് പഠിക്കേണ്ടെന്ന് ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ട്, പ്ലസ് വൺ മാത്സ് പഠിക്കേണ്ടെന്ന് വീണ്ടും പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു. സോ ഗൈസ്, ബൈ. സൈനിങ് ഓഫ് അഫ്നാസ് എ കെ ഫ്രം സൈലം ലേണിംഗ്. താങ്ക് യു.